ഇന്ന് നമ്മൾ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആമസോൺ വഴി ഞാൻ പർച്ചേസ് ചെയ്ത ഒരു USB ഡോങ്കിൾ വൈഫൈ ഡോങ്കിളാണ്. ഈ വൈഫൈ ഡോങ്കിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ PC-ൽ നമ്മുടെ മൊബൈലിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് വന്ന പാക്കറ്റും കവറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചതാണ്. ഈ ഒരു ചെറിയൊരു പാക്കറ്റിൽ ഈ ഒരു ചെറിയൊരു കവറിലാണ് ഇത് വന്നത്. ആമസോണിൽ നിന്ന് വെറും 200 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതാണ്. എൻ്റെ കമ്പനി നെയിം ഇതിൽ ഫ്രണ്ട് ടെക്. ഇത് വെച്ച് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും ഈ സാധനം. ഇതിൻ്റെ മോഡലിൽ ഇതിപ്പോൾ പുറത്ത് അവൈലബിൾ ആണ്. 0828 എന്ന് പറഞ്ഞ മോഡലാണ്. 0828 മോഡൽ. ഇതിൻ്റെ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ 300 MBPS ഫാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ജിയോ ഒക്കെ മൊബൈൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ PC, അതായത് ഇപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അറിവാണ്. എന്നാലും ഞാനിതിപ്പോൾ വാങ്ങിച്ച നിലയ്ക്ക് ഒരു വീഡിയോ ഉണ്ടാക്കിയിടാന്ന് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ പഴയ PC-ൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ ഇപ്പോഴും ഡാറ്റ കേബിളൊക്കെ കുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡാറ്റ കേബിൾ ഇല്ലാതെ നമുക്ക് PC-ലേക്ക് ഇത് വെച്ചിട്ട് ഡാറ്റാസ് നമ്മുടെ എക്സ്റ്റൻഡർ ഇൻസ്റ്റാൾ ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ഇൻ്റർനെറ്റ് വീട്ടിലുള്ള എല്ലാ ഡിവൈസിലേക്കും ഉപയോഗിക്കാൻ പറ്റും. ഒന്നിലധികം മൊബൈലുകൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ടി ഈ സാധനം ഓപ്പൺ ചെയ്യണം. ഓപ്പണിംഗ് ഒക്കെ പകുതി ഞാൻ നേരത്തെ കഴിച്ചു വെച്ചായിരുന്നു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഒരു ഡ്രൈവ് ഡിസ്ക് ഉണ്ട്. ഇപ്പോൾ ഈ ഡ്രൈവ് ഡിസ്ക് നമുക്ക് അതിലിട്ടിട്ട് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാം. ചില PC-ൽ പുതിയ ഇതിലൊക്കെ ആണെങ്കിൽ ഓട്ടോ ഇത് കുത്തുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ ആവും. അപ്പം നമുക്കിത് ഞാൻ കുത്തി കൊടുക്കണം എന്ന് നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ ഇവിടെ തീരെ ഗ്യാപ്പില്ലല്ലോ. എന്നാലും കുത്തണത് ഒരു മിനിറ്റ്. ഈ ഒരു ഇതാണ് നമ്മുടെ PC ഇരിക്കുന്ന സ്ഥലം. എവിടെ കാണണ്ട? ഇതിൻ്റെ PC-ൽ PC-യുടെ USB പോർട്ടാണ് ഈ കാണുന്നത്. ഇതിലേക്ക് ഞാനിത് കുത്തി കൊടുക്കണം. ഇത് കുത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ ബ്ലിങ്ക് ആവും. അപ്പോൾ ഈ ഡിവൈസ് നമ്മൾ അതിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PC-ൽ നോക്കാം PC-ൽ എന്താ സംഭവിക്കണം. അപ്പോൾ ഇതൊരു പഴയ ജാമ്പവാൻ്റെ കാലത്ത് PC ആയ കാരണം നമുക്ക് ഇതിൽ വേറെ ഒന്നും തന്നെ വന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫോൾഡർ കണ്ട, ഈ ഒരു ഫോൾഡറിലാണ് ഇതിൻ്റെ ഡ്രൈവ്. ഞാനത് മൊബൈൽ വെച്ച് തന്നെ ഡൗൺലോഡ് ചെയ്തു. കാരണം എൻ്റെ PC-ൽ ഡിസ്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോൾഡർ. അപ്പോൾ ഇതുപോലെ ഡ്രൈവർ പുതിയ PC-ലൊക്കെ ഓട്ടോമാറ്റിക്കായി കുത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അത് ഡൗൺലോഡ് ആവും. ഒരു മിനിറ്റ്. അപ്പോൾ ഈ കാണുന്ന ഫോൾഡറിലാണ് നമുക്ക് ഡ്രൈവർ ഓട്ടോ റൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ യൂസർ മാനുവൽ അത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അതിൽ ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താൽ കാണിച്ചു. Windows XP അതിൽ നമ്മൾ Windows XP എന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് ആണോ എന്നൊക്കെ ചോദിക്കും. നെക്സ്റ്റ് നമ്മൾ റീസ്റ്റാർട്ട് വേണമെന്ന് ചോദിക്കുന്നത്. വേണ്ട, നമുക്ക് റീസ്റ്റാർട്ട് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് ചെയ്യുമ്പോൾ എന്തായി, ഇവിടെ ഈ അറ്റത്ത് ഒരു മൊബൈലിൻ്റെ ഐക്കൺ വരുന്നുണ്ട്. ഇത് എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി, എൻ്റെ PC മറ്റേ എന്താ പറയുക സകല സംഭവങ്ങളൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റത്ത് ഉണ്ടാവും ഒരു PC-യുടെ അല്ല ഒരു മൊബൈലിൻ്റെ എംബ്ലം. ഈ മൊബൈലിൻ്റെ ഈ റേഞ്ചിൻ്റെ എംബ്ലത്തുമ്മ ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ അത് ആൻഡ്രോയിഡ് ആപ്പ് ചെയ്യും. പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ മൊബൈലിൻ്റെ വൈഫൈ കാണിക്കേണ്ടത്. അത് നമ്മുടെ ഒരു മൊബൈൽ നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ മറ്റു മൊബൈലിൽ കണക്ട് ചെയ്യുന്ന പോലെ ഇത് ലെഫ്റ്റ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പാസ്വേഡൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പാസ്വേഡൊക്കെ എല്ലാവരും കണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗോൾ ഗുമാക്കിയ നമ്മുടെ നെറ്റ്വർക്ക് കണ്ട കണക്റ്റഡ് ആയിട്ടുണ്ട്.
അതൊന്ന് ഇതുമ്പോൾ കാണാം കണക്റ്റായിട്ട് കാണിക്കും. അപ്പം നമുക്ക് ഇവിടെ ഗ്രീൻ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ കാണിക്കേണ്ടത്. ആ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുക ഏതെങ്കിലും ഒരു ഓപ്പൺ ചെയ്ത് നോക്കാം. കണക്റ്റ് ആയിക്കണം, ഗൂഗിൾ എങ്ങനെ കണക്റ്റ് ആയിക്കണം. അതേ ഗൂഗിള് ഓപ്പൺ ആയി വന്നേക്കണം, തല തിരിഞ്ഞ് ഓപ്പൺ ആയേക്കണം. ഇത് ഫ്രണ്ട് ക്യാമറ ആയ കാരണം. അപ്പോൾ അതിൽ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യണം. യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പാടില്ല, കാരണം മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ഇതിന് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ മോണിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണം കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ടി വി ഒക്കെ പിസിയിലൊക്കെ കാണാം, സിനിമയൊക്കെ കാണാം വലിയ സ്ക്രീനിൽ. ഇപ്പോഴും ചെറിയ സ്ക്രീനിൽ മൊബൈൽ വെച്ച് നോക്കുന്ന ആൾക്കാർക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് മൊബൈലിൽ കാണാം, സോറി പി സിയുടെ ഡിസ്പ്ലേയിലൊക്കെ കാണാം. പഴയ പി സി ആണെങ്കിലും നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ അറിവ് ഇതാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം അറിവുകളായിട്ട് വീണ്ടും വരും. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ എങ്ങനെ എടുക്കുന്നത്, എങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ കയറ്റും. അപ്പോൾ ഇത്തരം വീഡിയോകൾ തുടരെ ലഭിക്കാൻ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.